ജി ഗുരുദേവൻ്റെ മരുത്തോമലയിലെ ആ ഒരു തപസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ കഠിന തപസ്സിൻ്റെ അവസാനം ഒരു ജ്ഞാനോദയമാണ് അവിടെ സംഭവിച്ചത് അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹം വീണ്ടും യാത്ര തുടരുകയായിരുന്നു. തിരിച്ച് വീണ്ടും എന്തൊക്കെയോ അദ്ദേഹത്തിന് സമൂഹത്തിലേക്ക് ചെയ്യാനുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി യാത്ര വീണ്ടും തുടരുകയായിരുന്നു. പിന്നീട് നടന്നത് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? അദ്ദേഹം നെയ്യാറ്റിൻകര എന്ന് പറയുന്ന പരിപാവനമായ ശ്രീകൃഷ്ണ പ്രദേശത്ത്, ശ്രീകൃഷ്ണ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു. അവിടെ നിന്നും വീണ്ടും അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നേരെ വഴി ഇങ്ങോട്ട് വന്നില്ല. അന്ന് റോഡൊക്കെ ക്ലിയറാണ്, നേരെ ഇങ്ങോട്ട് വന്നില്ല. അദ്ദേഹത്തിനെന്നും കാടും മേടും മുൾപ്പടർപ്പുകളും വള്ളിച്ചെടികളുമാണ് ഇഷ്ടം. ആ പ്രദേശത്തിലേക്ക് അദ്ദേഹം കാലുവെച്ചു. എങ്ങോട്ടൊന്നുമില്ല, നടക്കുന്നു. അത്ര തന്നെ, അതിന് ലക്ഷ്യസ്ഥാനമൊന്നുമില്ല, അദ്ദേഹം നടക്കുന്നു. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ നിന്നും ഏതാണ്ട് ഒരു നാഴിക നടന്നാൽ എത്തുന്നത് കുറുക്ക് വഴികളിലൂടെ, കുറുക്ക് വഴിയെന്നും ഊടുവഴിയെന്നും പറയും. നേരെ പോകുന്നതാണെങ്കിൽ ഊടും പാവും എന്ന് കേട്ടിട്ടുണ്ടല്ലോ. നേരെ പോകുന്നത് പാവും, കുറുകെ വരുന്നത് ഊടും. അതിൽ നിന്നാണ് ഊടുവഴി എളുപ്പത്തിൽ എത്തിച്ചേരുന്നത്, ദീർഘം കുറഞ്ഞ വഴി. ഊടുവഴികളിലൂടെ അദ്ദേഹം അരീപ്പുറം എന്നൊരു സ്ഥലം, ആ സ്ഥലത്തിന് പിന്നീടാണ് അരീപ്പുറം എന്ന് പേര് വരുന്നത്. രണ്ട് മലകൾക്കിടയിലൂടെ, ചെറിയ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു നദി. അവിടെ കുറച്ച് പാറയും പാറക്കൂട്ടങ്ങളും എല്ലാം ഉണ്ട്. അവിടെ എത്തിച്ചേരുകയാണ്. അവിടെ അദ്ദേഹം മുങ്ങിക്കുളിച്ചു. മുങ്ങിക്കുളിച്ചിട്ട് നോക്കിയപ്പോൾ അടുത്ത് തന്നെ ഒരാളിന് കഷ്ടിച്ചിരിക്കാവുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിലേക്ക് ഇരുന്നു. വളരെ നല്ലതാണ്. അപ്പോൾ ഇദ്ദേഹം വന്നത് ഒരു വഴിയാണ്, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു വഴിയുണ്ട്. അരിപ്പുറത്തേക്ക് വരാൻ വേറൊരു വഴിയുണ്ട്. ആ വഴിയല്ല, ഇദ്ദേഹം കാട്ടുവഴിയെ കൂടെയാണ് കയറി വരുന്നത്. പുഴ കടന്ന് അദ്ദേഹം ഇപ്പുറത്ത് വന്നു. ഇപ്പുറത്ത് വന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ഉയർന്ന സ്ഥലം കാണുകയാണ്. 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കാണാൻ ഒരു ഉയർന്ന സ്ഥലം കാണുകയാണ്. എന്തായാലും കയറിക്കളയാം, അവിടെയും പോകാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ പ്രദേശത്തിലൂടെയൊക്കെ ഇദ്ദേഹം വരുമ്പോഴും ഇദ്ദേഹത്തിലൊരു സുബ്രഹ്മണ്യ ചൈതന്യം ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യ ചൈതന്യം അവിടെ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം നേരെ കൊടിതൂക്കി മലയിലേക്ക് കയറുന്നു. കൊടിതൂക്കി എന്ന് പറയുമ്പോൾ ഒരു കൊടി തൂക്കിയിട്ടിരിക്കുന്നു. അക്കാലത്ത് ഭൂമിയുടെ അളവ് ശരിയാകാൻ വേണ്ടി ഈ രാജാക്കന്മാർ ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു ചുവന്ന കൊടി കൊണ്ട് വെച്ചിട്ട് അവിടെ നിന്നുമാണ് അളവ് പറയുന്നത്. അതിൻ്റെ ഇത്ര ദൂരം എന്നാണ് അളവ്. അങ്ങനെയാണ് ഞാൻ കൊടിതൂക്കി മല, കൊടി തൂക്കിയിട്ടിരിക്കുന്ന മല, ആ പേര് കിട്ടിയത്. അദ്ദേഹം അങ്ങോട്ട് പോയി വളരെ കഷ്ടപ്പെട്ട്, ഇന്നത്തെ വഴിയൊന്നുമല്ല, ഇദ്ദേഹം ഒരു വഴി ഉണ്ടാക്കി പോവുകയായിരുന്നു. ആ വഴി അവിടെ എത്തി. മുൾച്ചെടികളെയൊക്കെ തട്ടി മാറ്റി, ശരീരമൊക്കെ മുറിഞ്ഞു. മുകളിലെത്തി. നല്ല കാറ്റ്, ശാന്തമായ അന്തരീക്ഷം. അവിടെയും കാട്ടുജന്തുക്കൾക്ക് കുറവൊന്നുമില്ല. അന്നരീപ്പുറം പുലികളുടെ പ്രദേശവാസമായിരുന്നു. അവിടെ തന്നെ പുലിവാതിൽക്കൽ വേലായുധൻ എന്ന് പറഞ്ഞൊരു വൈദ്യരൊക്കെ ഉണ്ട്. ഒരു മഹത് വ്യക്തിയാണ്, അവിടുത്തെ ഒരു പ്രമാണിയാണ്. ആ വീട്ടിന് ആ പേര് വരാൻ തന്നെ കാരണം ഇയാളുടെ വാതിൽക്കൽ മിക്കവാറും പുലി വരും. പിന്നീട് ആ പുലി വരാത്തതിന് കാരണം ഗുരുദേവനാണ്. ഗുരുദേവൻ്റെ കൂടി പിന്നീടൊരിക്കൽ ഈ കാര്യം ഗുരുദേവൻ ആ നാട്ടിൽ പരിചയമായി വന്നതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇനി ഇവിടെ വരില്ല, പുലി വരില്ല എന്ന് പറഞ്ഞു. പുലിയിലൂടി പറഞ്ഞു ഇനി അവിടെ വരലെന്ന് പറഞ്ഞു. പുലി അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഒരു സംശയം വന്നല്ലേ, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുമോ? അത് പറഞ്ഞാൽ കേൾക്കുന്ന അനേക സംഭവങ്ങൾ, കുട്ടിച്ചാത്തന് വരെ കത്തെഴുതി കൊടുത്ത സംഭവങ്ങൾ വരെ നമുക്ക് പിന്നീട് വരാം. ഇതൊക്കെ അനുഭവസ്ഥർ പറയുന്നതാണ്. വളരെ അനുഭവം ഉള്ളവർ പറഞ്ഞതിനെ പിന്നീട് MK സാനുവിനെ പോലുള്ള മഹാന്മാർ പുസ്തകത്തിലേക്ക് പകർത്തിയതാണ്. MK സാനുവിനെ അറിയാമായിരിക്കുമല്ലോ. പ്രൊഫസർ എന്നതിനേക്കാൾ ഉപരി തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ശ്രീനാരായണ ഗവേഷണ പഠന കേന്ദ്രമുണ്ട്. ആ പഠന കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ ഡയറക്ടറായിരുന്നു. ആ ഡയറക്ടറാകാൻ അദ്ദേഹത്തിന് നല്ല യോഗ്യതയുണ്ടായിരുന്നു. ഇന്നത്തെ ഡയറക്ടർമാരൊക്കെ എന്ത് യോഗ്യതയുണ്ടെന്നൊന്നും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല.
പോട്ടെ. അപ്പോൾ അവിടെ പുലിവാതിൽക്കൽ വേലായുധൻ അവിടെ പുലി വരുന്നതൊക്കെ നിർത്തിയതാണ്. അത് പിന്നീട് പറയാം. പക്ഷേ അതിനു മുമ്പേ നമ്മൾ ആ പ്രദേശത്ത്, അരിപ്പുറം പ്രദേശത്ത് അന്ന് പുലികളുടെ വിഹാര കേന്ദ്രമായിരുന്നു. മുകളിലെത്തി. അപ്പോൾ ഇദ്ദേഹത്തെ കാട്ടു ജന്തുക്കൾ കണ്ടാൽ ആക്രമിക്കില്ല, തലകുനിച്ച് നിന്നു കൊടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് ഒരു പേടിയില്ല, ഇദ്ദേഹത്തിന് പേടിയില്ല, അതും ആക്രമിക്കില്ല. ഇദ്ദേഹത്തിന് അതിയായ ദാഹം. എവിടെ എത്തുമ്പോൾ നമുക്ക് ദാഹമാണല്ലോ. എന്നാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഒരു കുപ്പി വെള്ളവും കൊണ്ട് പോകാം. അന്ന് ഇതൊന്നും ഇല്ലല്ലോ. ഇദ്ദേഹം എവിടെ വെള്ളം കിട്ടുമെന്ന് നോക്കി. അപ്പോൾ അവിടെ ഒരു പാറ വെടിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. വളരെ പ്രയത്നിച്ച് മറ്റൊരു കല്ലിൻ്റെ സഹായത്തോടെ, പാറയിൽ വെടിപ്പ് മാത്രമേ ഉള്ളൂ, നമ്മൾ അവിടെ അങ്ങനെ ആയിരുന്നില്ല, ശരിക്ക് വെടിപ്പുകളുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് ജലത്തിൻ്റെ കുറവ്, ഇവിടെ അതല്ലായിരുന്നു. കഠിനമായി പരിശ്രമിച്ച് ആ പാറയുടെ കഷ്ണങ്ങൾ എടുത്തു മാറ്റിയപ്പോൾ അവിടെ ചെറിയ ജലത്തിൻ്റെ ഈർപ്പം കണ്ടു. അതിനെ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ തൃക്കരങ്ങൾ കൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി ചില വാക്കുകൾ, തൃപ്പാദങ്ങൾ, തൃക്കരങ്ങൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ തൃക്കരമാണ്. ഇത് നേരത്തെയും തൃക്കരമാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്വന്തം കൈകൊണ്ട് കുഷ്ഠരോഗികൾക്ക് എണ്ണ തേച്ച് കൊടുക്കുമ്പോഴോ പച്ചില ചാറുകൾ ഇട്ട് കൊടുക്കുമ്പോഴോ അദ്ദേഹത്തിന് കുഷ്ഠം വന്നിട്ടില്ല. അപ്പോൾ നേരത്തെ ആയിരുന്നു. പക്ഷേ ഇനി നമുക്ക് തീർച്ചയായിട്ടും പറയാം, ജ്ഞാനോദയം ഉണ്ടായിക്കഴിഞ്ഞു. അവിടെ ഒരു കിണർ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഞാൻ പണ്ട് നിർമ്മിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത് ഒരിക്കൽ ഞാൻ വാട്സാപ്പിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവധൂത് ഗുരുപ്രസാദ് ജി അതിനൊരു തിരുത്തൽ തന്നു, സൃഷ്ടിച്ചു എന്നൊരു തിരുത്തൽ തന്നു. ആ തിരുത്തലിനെ ഞാൻ അപ്പടി സ്വീകരിച്ചു. കാര്യം അദ്ദേഹം നിർമ്മിച്ചതല്ല, അതവിടെ സൃഷ്ടിച്ചത് തന്നെയാണ്. അപ്പോൾ ആ തിരുത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ധാരാളം വെള്ളം കുടിക്കുന്നു. ഇവിടെയും പ്രശ്നം അദ്ദേഹത്തിന് നേരത്തെ പ്രശ്നം തന്നെ. ഏതോ കുട്ടികൾ, ഒരാൾ 2-3 ദിവസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിള്ളേരുടെ കണ്ണ് എവിടെയുള്ളത് എന്തും കാണുമല്ലോ. മുകളിലൊരാൾ നടക്കുന്നു, ചിലപ്പോൾ അയാൾ താഴെ ഇറങ്ങി വന്ന് കുളിച്ചിട്ട് മുകളിലോട്ട് പോകുന്നു. കുട്ടികളിത് നാട്ടിൽ പറഞ്ഞു, നാട്ടുകാർ ഓരോരുത്തരായിട്ട് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇവിടെയും ഞാൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു. അവിടെ നിന്ന് പോകണമെന്ന് തോന്നി. പക്ഷെ പോകണമെന്ന് തോന്നിയെങ്കിലും ആ നാട്ടിൻ്റെ സ്ഥിതി വളരെ മോശമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, വളരെ മോശമായ സ്ഥിതിയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ചപ്പുറത്ത് നായർ സമുദായം, കുറച്ചിപ്പുറത്ത് ഈഴവ സമുദായം, പിന്നെ പറയരും പൊലയരും. ഈഴവരിൽ പോലും ജാതി ചിന്ത കൊടികുത്തി വാഴുന്ന ഒരു സ്ഥലമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു ദിവസം ഇങ്ങനെ കുളിക്കാൻ വരുമ്പോൾ ആ നാട്ടിലെ പ്രമാണി പുലിവാതിൽക്കൽ നമ്മുടെ വേലായുധപ്പണിക്ക് ഒരു കയം, അവിടെ ഒരു വലിയൊരു കയമുണ്ട്. ആ കയത്തിൻ്റെ പേര് ശങ്കരൻകുഴി എന്നാണ്. ആ കയത്തിലകപ്പെട്ടാൽ ആരും രക്ഷപ്പെടില്ല. ഇപ്പോഴും അവിടെ ആ കയമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അവിടെ ഇറങ്ങുമ്പോൾ, ഈ അടുത്ത കാലത്തും ഒരു ബോർഡ് വെച്ചിരുന്നു. ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് പോയപ്പോൾ ആ ബോർഡൊന്നും കാണാനില്ല. ഒരു 3 വർഷത്തിന് മുമ്പ് പോയപ്പോഴും വലിയൊരു ബോർഡ് അവിടെ വെച്ചിരുന്നു, ശങ്കരൻകുഴി ശ്രദ്ധിക്കുക, കാൽ വഴുതരുത് എന്നൊരു അപകടകരമാണെന്നൊക്കെ അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. പിള്ളേരെടുത്ത് മാറ്റിയതാകാം, ആയിക്കോട്ടെ. അങ്ങോട്ടിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. കുളിക്കാൻ പോകുന്ന ഗുരുദേവനോട് പറയുകയാണ്, അവിടെ ഒരു കുഴിയുണ്ട്. ഗുരുദേവൻ തിരിഞ്ഞു നോക്കി. ആരാ? തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വേലായുധൻ കാണുന്നത്. ചെമ്പഴിന്തയിലെ മാടനാശാൻ്റെ മകനല്ലേ? അതെ. അങ്ങാരാണ്? അപ്പോൾ വേലായുധൻ പറയും, ഞാൻ സഹോദരിയുടെ വിവാഹത്തിന് വന്നിരുന്നു. ഗുരുദേവൻ ഓർമ്മിച്ചു. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. വേലായുധൻ എന്നല്ലേ പേര്? അതെ. അങ്ങനെ അവിടെ വെച്ച് അവർ പരിചയപ്പെടുകയാണ്. വീട്ടിൽ കൂട്ടി കൊണ്ടുപോകുന്നു.
അന്ന് അവർ ആങ്കോട് ദേവീക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ വരെ എത്തി. കാണിക്ക വേലായുധ പണിക്കർ കാണിക്ക അവിടെ ആ വാതിലിൻ്റെ ഇപ്പുറത്ത് ഒരു തട്ട് വെച്ചിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാർ ചെല്ലുമ്പോൾ കാണിക്ക അവിടെ വയ്ക്കുന്നു. പോറ്റി കുറേ സമയം കഴിഞ്ഞു കാണിക്കാൻ വെച്ച് കാത്തു നിൽക്കണം, പോറ്റിക്ക് പുറത്തേക്ക് എഴുന്നള്ളാൻ. കുറേ സമയം നിന്നപ്പോൾ വന്നു, അർച്ചനയ്ക്കാണെന്ന് പറഞ്ഞു. പക്ഷെ പോറ്റി ചോദിച്ചു, കൂടെ ഒരാളുണ്ടല്ലോ, ആരാ? സുമുഖനാണല്ലോ കണ്ടിട്ട്, തേജസ്സും കാണുന്നു. എൻ്റെ ഒരു പരിചയക്കാരനാണ്, സന്യാസിയാണ്, എന്തായാലും ആൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവരകത്തേക്ക് പോയി. പക്ഷെ ഈ സമയത്ത് ഒരു പട്ടി അകത്തേക്ക് സുഗമമായി കയറിപ്പോകുന്നു. കുറേ കഴിഞ്ഞ് പട്ടി ഇറങ്ങിപ്പോകുന്നു, വേറൊരു പട്ടി അകത്തേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ ഞാൻ എന്താണ് മൃഗാലയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലായല്ലോ. നാൽക്കാലിക്ക് പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മനുഷ്യരൂപമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് അവിടെയും മനസ്സിലായി. ഇതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. അകത്തുള്ളത് മൃഗമാണ്, ദൈവത്തിനല്ല പറയുന്നത്. ദൈവത്തിനെ പൂജിക്കുന്നത് മൃഗമാണ്. അതുകൊണ്ടാണ് ഈ പട്ടി അകത്ത് കയറിപ്പോയത്. അവരടുത്ത ബന്ധുക്കളാണ്. ഓട്ടെ. അപ്പോൾ ഇങ്ങനെ ഇത് പോയി വന്ന് നിൽക്കുന്നു. പ്രസാദം കിട്ടി, പുലിവാതിൽക്ക വാങ്ങിച്ചു, കൊണ്ടുവന്നു. വരുന്ന വഴിയിൽ ഗുരുദേവൻ ചിന്തിച്ചു, സമയമായിരിക്കുന്നു, ചിലതിനെല്ലാം സമയമായിരിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ വേലായുധ പണിക്കർ പറഞ്ഞു, നമുക്കൊരു ക്ഷേത്രമായിക്കൂടെ? ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്, ആകാമല്ലോ, ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു ക്ഷേത്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് സ്ഥാപിക്കാൻ വേണ്ടി ഗുരുദേവൻ്റെ മനസ്സിലുള്ള പ്രത്യേകതയാണ്. അതെങ്ങനത്തെ ക്ഷേത്രമാണെന്ന് പുലിവാതിൽക്കലിന് അറിഞ്ഞുകൂടാ. കർക്കിടക വാവിന് ആൾക്കാർ വരുന്ന ബലിയിടുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിരുന്ന നദിക്കര. അതിനെ ഒന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചു. അവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനമായി. ആഹാരം കൊടുക്കാൻ തീരുമാനമായപ്പോൾ വാവിന് ഊട്ടുക, അതാണ് വാവൂട്ട് എന്ന് പറയുന്നത്. കാളിയൂട്ട് മഹോത്സവം എന്ന് കേട്ടിട്ടില്ലേ? കാളി ദേവിയെ ഊട്ടുക, ആഹാരം കൊടുക്കുക. അതേപോലെ വാവൂട്ട്. അങ്ങനെ ആ വാവൂട്ടിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു, സമിതി. അത് വാവൂട്ട് യോഗം എന്ന പേരിൽ അറിയപ്പെട്ടു. ഈ വാവൂട്ട് യോഗമാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ട് പരിണമിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിവിടെ ചർച്ചാ വിഷയമല്ല. ഈ വാവിനെല്ലാവരെയും വിളിക്കാൻ പറഞ്ഞു. ഗുരുദേവൻ തന്നെ നേരിട്ട് പിതൃപൂജയ്ക്കുള്ള കാർമ്മികത്വം വഹിച്ചു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അരിപ്പുറം വളരെ പ്രസിദ്ധമായി. ഇതിനിടെ ആൾക്കാർ ഗുരുദേവനെ കാണാൻ വന്നു, പല രോഗക്കാർ കാണാൻ വന്നു. എല്ലാവർക്കും ആശ്വാസം ഗുരുദേവൻ നൽകി. 1888 ഒരു ശിവരാത്രി ദിവസം, അന്നാണ് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി തീരുമാനിച്ച ദിവസം. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് പല പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച കിടക്കെ അദ്ദേഹം ധ്യാനത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് അവിടെ നിന്ന ഒരു കാര്യസ്ഥനെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഇവിടെ എവിടെയെങ്കിലും കല്ലുകൊത്തുകാരനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് വിളിച്ചുകൊണ്ട് വരാമോ? കൊച്ചപ്പിപ്പിള്ളയാണ് ആ കാര്യസ്ഥൻ്റെ പേര്. കൊച്ചപ്പിപ്പിള്ള അവിടെ എല്ലാം നടന്നു, ആരെയും കിട്ടിയില്ല. തിരിച്ചു വന്ന് ഗുരുദേവനോട് കാര്യം പറഞ്ഞു. ഇവിടെ ഒരു കല്ലുകൊത്തുകാരനെയും കിട്ടില്ലേ എന്ന് ഗുരുദേവൻ ആത്മകഥം പറഞ്ഞുകൊണ്ട് വീണ്ടും ഉള്ളിലേക്ക് പോയി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണാം, വൈകുന്നേരമായി. കല്ലുകൊത്താനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ അവിടെ വരികയാണ്, ഒരു ഭാണ്ഡമൊക്കെ വെച്ചിട്ട്. ഗുരുദേവൻ പറഞ്ഞു, ഉണ്ടല്ലോ, ഏത് കല്ലും കൊത്തുമോ? എന്ത് പറഞ്ഞാലും കൊത്തും. ഇതാ എൻ്റെ കയ്യിൽ ഇത്ര ആയുധങ്ങളുണ്ട്, ഏത് പാറയിലും ഞാൻ കൊത്തും. എങ്കിൽ വരൂ, ഞാനൊരു പാറ കാണിച്ചു തരാം, ഇവിടെ ഒരു പീഠം കുത്തും. അവിടെ നേരെ വിളിച്ചുകൊണ്ട് പോയി. അത് എന്തിനുള്ള പീഠമാണ്? ഒരു പ്രതിഷ്ഠയ്ക്കുള്ള പീഠമാണ്. അത് പ്രതിഷ്ഠയില്ലാതെ ഞാനെങ്ങനെ പ്രതിഷ്ഠയ്ക്കുള്ള പീഠം കൊടുത്തും? ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രതിഷ്ഠ കാണണമെങ്കിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് വരണം. മറ്റേയാൾക്ക് ഭയങ്കര വിഷമമായി. അയാളുടെ ആ വിഷമം കണ്ടപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഞാൻ വരച്ചിട്ട് എന്നാൽ കൊത്താൻ കഴിയുമോ? തീർച്ചയായും. ഒരു കരിക്കട്ട എടുത്ത്
അവിടെ ഒരു വരച്ചിട്ട് കൊടുത്തു. അവിടെ ഒരു പ്രതലമൊക്കെ വൃത്തിയാക്കി ഒരു ചെറിയ കുഴി പോലെ എന്തെങ്കിലും എടുത്തോന്ന് എനിക്കറിയില്ല. എല്ലാം റെഡിയാക്കി അയാൾക്ക് ആവശ്യം ഉള്ള പണവും കൊടുത്ത് പറഞ്ഞു വിട്ടു. ഈ സ്ഥലം അങ്ങനെ കിടക്കുകയാണ്. ശിവരാത്രി ദിവസം വന്നു, പ്രതിഷ്ഠ നടത്തുമെന്ന് ഗുരുദേവൻ പറഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ ആൾക്കാർ വന്നു പ്രതിഷ്ഠ കാണാൻ. അന്നത്തെ പ്രതിഷ്ഠകളെല്ലാം രാവിലെയാണ് നടത്തുന്നത്. പ്രതിഷ്ഠ കാണാൻ രാവിലെ മുതൽ ആൾ വന്നു. ഗുരുദേവൻ മുറിക്കകത്താണ്. ആൾക്ക് ആകെ ടെൻഷനായി. പ്രതിഷ്ഠിക്കുമെന്ന് പറഞ്ഞിട്ടിതാ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, രാത്രിയായി, അർദ്ധരാത്രിയാകുന്നു. അർദ്ധരാത്രിയിലേക്ക് പോകുന്നു. ഗുരുദേവൻ പുറത്തേക്ക് വന്നിട്ടില്ല. ആൾക്കാർ പരസ്പരം നമ്മുടെ പുലിവാതിൽക്ക് തന്നെ കൊച്ചപ്പി പിള്ളയോട് ചോദിച്ചു, ഏത് പ്രതിഷ്ഠയാ? അത് കല്ലുവത്തുകാരൻ വന്നപ്പം പ്രതിഷ്ഠ കാണണമെങ്കിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് വരണമെന്നാണ് പറഞ്ഞത് എന്ന് ആണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാ ഗുരുദേവൻ പുറത്തേക്ക് വരുന്നു. ധ്യാനത്തിലിരുന്ന ഗുരുദേവൻ പുറത്തേക്ക് വരുന്നു. ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും മാറിക്കൊടുത്തു. മുണ്ടൊക്കെ ഒരു അന്നുടുക്കുന്നതിനേക്കാൾ ഒരു പ്രത്യേക തരത്തിൽ മുണ്ടെടുത്തിരിക്കുകയാണ്. ഉടുത്തിക്കുന്ന മുണ്ട് ഒരു പ്രത്യേക തരത്തിൽ ഉടുത്തിരിക്കുകയാണ്. നേരെ നമ്മുടെ ശങ്കരൻകുഴിയിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടം. ആരും കാണുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞു, 15, 20, 25, 30, 35 മിനിറ്റ് ആൾക്കാർ ചൂട്ടും കറ്റയും ഒക്കെ കൊണ്ടുവന്നു. പണ്ടത്തെ ടോർച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ വീശുകയാണ്. ചിലർ ഗുരുദേവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ചാടാൻ പോവുകയാണ്. കൊച്ചപ്പി പിള്ള പറഞ്ഞു, വേണ്ട, നിങ്ങളാരും ചാടണ്ട, അദ്ദേഹം തീർച്ചയായിട്ടും വന്നോളൂ. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം ഒരു ശിവലിംഗ രൂപത്തിലുള്ള ഒരു കല്ല് തൻ്റെ നെഞ്ചോട് ചേർത്ത് ജലത്തീനിങ്ങനെ പൊന്തി വരുന്നത് പോലെ. ആളുകൾക്ക് അങ്ങനെയാണ് തോന്നിയത്, ജലത്തിൻ്റെ ഉപരിതലത്തിലൂടെ വരുന്നത് പോലെ ആളുകൾക്ക് തോന്നി. അത് ആൾക്കാരുടെ തോന്നലാണ്. അദ്ദേഹം നടന്നു തന്നെ വന്നത് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരികയാണ്. ആ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുകയാണ്. ആൾക്കാർ സ്തബ്ധനായിട്ട് നിൽക്കുകയാണ്. ഗുരുദേവൻ കരയുകയോ? ധാരധാരയായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, അപൂർവമായിട്ട് മാത്രമേ ആ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നിട്ടുള്ളൂ. പ്രതിഷ്ഠിക്കേണ്ട സ്ഥലത്ത് വന്നിട്ടും അതിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വരുന്ന സമയത്ത് ആദ്യം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ പഞ്ചാക്ഷരി പറയുക, ഓം നമഃശിവായ പറയുക. ആൾക്കാർ കൂട്ടത്തോടെ ഓം നമഃശിവായ പറയുന്നു. ആ രാത്രിയുടെ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ, ഇപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയമാണ്, ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഈ കല്ല് അവിടെ വയ്ക്കുന്നു. അത് ലിംഗരൂപത്തിലുള്ള, ദീപത്തിൻ്റെ രൂപത്തിലുള്ള. ലിംഗം എന്ന് പറയുമ്പം അതിന് ലിംഗം എന്ന വാക്കിന് ദീപം എന്നുകൂടെ അർത്ഥമുണ്ട്. അല്ലാതെ ശിവൻ്റെ ലിംഗമായിട്ട് ഞാൻ കാണുന്നില്ല. വേറൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വീണ്ടും പറയാത്തത്. അവിടെ പ്രതിഷ്ഠിക്കുന്നു, മനോഹരമായി പ്രതിഷ്ഠിക്കുന്നു. അവിടെ അത് ഉറയ്ക്കുന്നു. അത് ഗുരുദേവൻ്റെ കണ്ണുനീര് കൊണ്ട് ഉറച്ചതാണോ എന്ന് അറിഞ്ഞൂടാ. കാര്യം അഷ്ടബന്ധം അവിടെ ഉപയോഗിച്ചിട്ടില്ല. അഷ്ടബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വസ്തുക്കളുടെ ഒരു കൂട്ടമാണ്. അത് അരക്ക് പോലെ ഒട്ടിച്ചിരിക്കും. ആ അഷ്ടബന്ധം അവിടെ ഉപയോഗിച്ചിട്ടുമില്ല. അതുകൊണ്ട് എങ്ങനെയാണത് ഒട്ടിച്ചേർന്നിരിക്കുന്നത്? അതിനുശേഷം ആ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുമില്ല. ഓരോ 12 വർഷത്തിലൊരിക്കൽ വിഗ്രഹത്തിൽ അഷ്ടബന്ധം ഉപയോഗിച്ച് പുനഃപ്രതിഷ്ഠ നടത്തും. അവിടെ അത് നടത്തിയിട്ടുമില്ല. അതങ്ങനെ നിൽക്കട്ടെ. അത് വെച്ചു. ആളുകൾക്ക് വളരെ സന്തോഷമായി. ലോകത്താദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയിട്ട് ക്ഷേത്രം വെച്ച സ്ഥലമാണ്. ആദ്യം പ്രതിഷ്ഠ. നമ്മളങ്ങനെയല്ലല്ലോ. ആദ്യം ക്ഷേത്രം, പിന്നീട് പ്രതിഷ്ഠ. അതാണ് നമ്മുടെ രീതി. തുടർന്ന് അവിടെ ഒരു ക്ഷേത്രവും വന്നു. പിറ്റേ ദിവസം അവിടെ 2 സുഹൃത്തുക്കൾ വരികയാണ്. വന്നത് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവൻ വൈദ്യരും. രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുഹൃത്തായ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യർ. ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. തൻ്റെ സതീർത്ഥ്യനെ, തൻ്റെ പ്രിയ കൂട്ടുകാരനെ സഹായിക്കാൻ വന്നതാണ്. പ്രതിഷ്ഠ നടത്തിയതായിട്ട് അറിഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് സഹായിക്കാൻ, അടിക്കാൻ ആൾ വരികയാണെങ്കിൽ ചെറുക്കാനും കൂടെയാണ് അവർ സുഹൃത്തുക്കളോടടുത്ത് വന്നിരിക്കുന്നത്. ഗുരുദേവൻ്റെ കൂടി ആദ്യം വന്ന് ചോദിച്ചു, നമുക്ക് പ്രതിഷ്ഠ നടത്താനുള്ള അവകാശമുണ്ടോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ദൈവത്തെ പ്രതിഷ്ഠിക്കാനുള്ള അവകാശം നമുക്കില്ലാത്തത് എന്തുകൊണ്ട്? മറുചോദ്യം. ചില ചോദ്യത്തിന് അതിൻ്റെ ഉത്തരം
ചോദ്യം തന്നെ. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അവരുടെ കയ്യിലില്ലായിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പ്രതിഷ്ഠ അങ്ങ് മാറ്റാം. കാര്യം നാളെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് ബ്രാഹ്മണരെ ആരെങ്കിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാം. അപ്പോഴാണ് ഗുരുദേവനൊരു കാര്യം പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യൂ. നിങ്ങളെക്കൊണ്ട് അതിനെ ഇളക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ആനയെ കൊണ്ടുവരൂ. ആനയെ കൊണ്ടുവന്ന് അതിനെ ഇളക്കി കൊണ്ടുപോകൂ. അവർക്ക് മറുപടി ഇല്ലായിരുന്നു. അവരിവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് പാറയോളം ഉറച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. ഇദ്ദേഹം വളരെ കുട്ടിക്കാലത്ത് തന്നെ ശരീരത്തിൽ നിന്നും ഒരു പ്രത്യേക ദീപം വന്നത് ഗോവിന്ദപ്പണിക്കർ കണ്ടിരുന്നു. പിന്നെ അദ്ദേഹത്തിന് മുന്നിൽ സുബ്രഹ്മണ്യൻ വന്നത്, ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യ ചൈതന്യം എപ്പോഴും ഉണ്ടായിരുന്നു എന്ന്. അരിപ്പുറത്ത് കൊടുതൂക്കി മലയിൽ ഇപ്പോഴും സുബ്രഹ്മണ്യ ചൈതന്യം ഉണ്ടെന്നാണ് പറയുന്നത്. വീണ്ടും അദ്ദേഹം കോവളത്തിനടുത്തുള്ള ഒരു സ്ഥലമുണ്ട്, കുന്നുംപാറ സുബ്രഹ്മണ്യ ക്ഷേത്രം. അവിടെ വെച്ചും അദ്ദേഹം സുബ്രഹ്മണ്യനെയും അശുദ്ധാത്മാവിനെയും നേരിൽ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ചൈതന്യം, ഇത് മാത്രമല്ല ഞാൻ സമതയുടെ സാക്ഷാത്കാരം, ആ കുഷ്ഠരോഗി ആ ശരീരത്തിൽ ലയിച്ചു ചേർന്നത്. അപ്പോൾ ഇദ്ദേഹം സ്വയം ഈശ്വരനാണ്. ഈശ്വരന് മാത്രമേ ഒരു കല്ലും മറ്റൊരു കല്ലുമായി യോജിപ്പിക്കാനുള്ള ഒരു ശക്തിയുള്ളൂ. അതിന് അവിടെ നിന്ന് ഇളകില്ല എന്ന് പറഞ്ഞത്, ഇളകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ആനയെ കൊണ്ട് പിഴുതെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായി. കിള്ളിക്കിണർ നിർമ്മിച്ചു. സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ അതാ കുറച്ച്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വയറ് ചാടിയവന്മാർ വരുന്നു. ഇരുന്ന് വേറെ ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ ഇരുന്ന് ആഹാരം കഴിച്ച് വയറ് ചാടിയ ആ വയറിനെ വീണ്ടും ഉദ്ദീപിച്ച് കാണിക്കാൻ വേണ്ടി അതിൻ്റെ പുറത്തൂടെ ഒരു പൂണൂലും കിടപ്പുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ വരുന്നു. ഇപ്പോഴും അതേപോലെയുള്ള ആൾക്കാരെ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ശരീരവും പ്രദർശിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കാണാം. ഈ ക്ഷേത്രങ്ങളിലെ ഇന്നത്തെ പൂജാരിമാരെല്ലാം ശരീരമാണ് പ്രദർശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരെയൊക്കെ സിനിമാ നടിമാരെ, ഈ ശരീരം പ്രദർശിപ്പിക്കുന്ന സിനിമാ നടിമാരെ പോലെയാണ് ഞാൻ ഉപമിക്കുന്നത്. ഷർട്ടൂരി ക്ഷേത്രത്തിൽ കയറണമെന്ന് ഉള്ള ഒരു വ്യവസ്ഥ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മുന്നിൽ എന്തിനാണ് നമ്മൾ നഗ്നരായി പോകേണ്ടത്? ആണിൻ്റെ ശരീരമായാലും പെണ്ണിൻ്റെ ശരീരമായാലും നഗ്നത തന്നെയാണ്, അത് പ്രദർശിപ്പിക്കാനുള്ളതല്ല. അവിടെ നിൽക്കുന്ന പോറ്റി മാന്യമായി വസ്ത്രം ധരിക്കണം, നമുക്ക് മാന്യമായി വസ്ത്രം ധരിച്ച് പോകാൻ കഴിയണം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഉത്തരേന്ത്യയിലാണെങ്കിൽ കുഴപ്പമാവില്ലേ? അകത്ത് പൂജാരിക്ക് പോലും തുണിയില്ലാതെ കയറാൻ പറ്റില്ല. കാര്യം അത്ര കൊടും തണുപ്പാണ് ഉത്തരേന്ത്യയിൽ പല മാസങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഈ മൃഗാലയത്തിലെ, ഈ കേരളം എന്ന മൃഗാലയത്തിലെ കുറേ അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസം ഹിന്ദു മതത്തിലുള്ളതല്ല. ഇന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ഇത് ഹിന്ദു മതത്തിലുള്ളതാണെന്ന്. ഹിന്ദു മതത്തിൽ ഒരിടത്തും ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എങ്കിൽ ഉത്തരേന്ത്യയിലും അത് കാണണം. അതായിക്കോട്ടെ. അപ്പോൾ വന്നുടനെ പറഞ്ഞു കൊച്ചപ്പിയോട്, വിളിക്കുക. അപ്പോൾ കൊച്ചപ്പിക്ക് കാര്യം മനസ്സിലായില്ല. വിളിക്കുക, ആരെ വിളിക്കണമെന്ന് പറയാൻ അറിഞ്ഞൂടാ, പേരും അറിഞ്ഞൂടാ, ആരാണെന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഏതാണ്ട് മനസ്സിലായി. അപ്പോൾ ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇരിക്കാമല്ലോ, ഗുരുദേവനും പറഞ്ഞു. ആ ഇരിക്കാമല്ലോ എന്നതിനൊരു ഹാസ്യരൂപമുണ്ട്. ഗുരുദേവൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആരെങ്കിലും ഹാസ്യാത്മകമായി പറയുകയാണെങ്കിൽ ആ വാക്കിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ ഇരിക്കാനല്ല വന്നത്, ഞങ്ങളെ ഇരുത്തണ്ട എന്നവർ തിരിച്ചു. എന്താ കാര്യം? നിങ്ങൾക്ക് ആരാ പ്രതിഷ്ഠിക്കാൻ അവകാശം തന്നേ? അടുത്ത ചോദ്യം. ഞാൻ ദൈവത്തെയാണല്ലോ പ്രതിഷ്ഠിച്ചത്. അതല്ല, നിങ്ങൾക്ക് ആരായി അവകാശം തന്നേ? തിരിച്ചങ്ങോട്ട്. ഏത് വേദത്തിലാണ് മനുഷ്യന് ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൂടാന്ന് എഴുതി വച്ചിരിക്കുന്നത്? ഒരൊറ്റ ചോദ്യം. ഏത് വേദത്തിലാണ്? വേദമാണല്ലോ ഹിന്ദുവിൻ്റെ അടിസ്ഥാന തത്വം. അവിടെ ബ്രാഹ്മണനെ പ്രതിഷ്ഠിക്കാമെന്ന് എഴുതിയിട്ടില്ല, മനുഷ്യന് പ്രതിഷ്ഠിച്ചുകൂടാന്ന് എഴുതിയിട്ടില്ല. അവർക്ക് കാര്യം മനസ്സിലായി. ഏത് വേദത്തിൽ? ഇർക്ക്, യജുർ, സാമ, അഥർവ, ഈ ഒരു വേദത്തിലുമില്ല. രാമായണ മഹാഭാരതം ഇല്ല, ബ്രഹ്മസൂത്രം ഇല്ല, പിന്നെയുള്ള ഉപനിഷത്തുകൾ എവിടെ എടുത്താലും വേദാന്തങ്ങൾ ഒരിടത്തും എഴുതിയിട്ടില്ല. അവർക്ക് ഉത്തരം വന്നു.
അല്ല, നിങ്ങൾ ശിവനെ തന്നെ പ്രതിഷ്ഠിക്കാൻ കാര്യം എന്താ? അപ്പോൾ നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്, നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചില്ല. ഓഹോ, അതാണ്, നിങ്ങൾ നിങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചു, ഞങ്ങളുടെ ശിവനെ പ്രതിഷ്ഠിച്ചില്ല. അപ്പോൾ ഇനി പ്രശ്നമില്ലല്ലോ. എന്നാൽ ഈ വന്ന മണ്ടന്മാർക്കോ നിങ്ങളുടെ ശിവനും നമ്മുടെ ശിവനും, നമ്മുടെ ശിവനും നിങ്ങളുടെ ശിവനും ഒന്നാണെന്നുള്ള അദ്വൈതം അറിയില്ല. അതാണ് അവിടെ സംഭവിച്ചത്. ആ മണ്ടന്മാർ വന്നതുപോലെ തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി ശ്രീനാരായണ ഗുരുവാണ്. പക്ഷെ അദ്ദേഹത്തെ എവിടെയെല്ലാം വിപ്ലവങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം രക്തരഹിത വിപ്ലവമാണ് നടത്തിയിട്ടുള്ളത്. നമ്മളിന്ന് പല രാജ്യത്ത് പല രാഷ്ട്രീയക്കാർ റഷ്യയിൽ നടത്തിയത്, ചൈനയിൽ നടത്തിയത്, ക്യൂബയിൽ നടത്തിയത് എത്രയോ വിപ്ലവങ്ങൾ, ഇതെല്ലാം രക്തദൂഷിത വിപ്ലവങ്ങളായിരുന്നു. ലോകത്താദ്യമായിട്ട് രക്തരഹിത വിപ്ലവം നടത്തിയ ഒരു മഹത് വ്യക്തി. ഏത് പ്രശ്നവും നമ്മൾ പറയുന്ന മറുപടിയിൽ നിന്നുമാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. മറുപടി ആലോചിച്ച് പറയാമെങ്കിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. അങ്ങനെ അദ്ദേഹം ഒരു വിപ്ലവം നടത്തുകയുണ്ടായി. ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, 1888 അരീപ്പുറത്ത് ഗുരുദേവൻ സ്ഥാപിച്ചത് ഒരു സർവകലാശാലയാണ്, സർവ മത കലാശാല. എല്ലാ മതവും എന്താണ് എന്ന് പഠിക്കാനുള്ള ഒരു കലാശാല. അവിടെ അദ്ദേഹം ഒരു ലോഗോ ഉണ്ടാക്കി വെച്ചു. ആ ലോഗോ, ജാതിഭേദം മതദ്വേഷ്യം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇത് ഞാനൊരു ലോഗോയായിട്ട് കാണുകയാണ്. ഏത് മതസ്ഥനും, നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ പ്രശ്നം, രാജ്യാന്തരത്തുള്ള ഇന്നത്തെ പ്രശ്നം ഈ മതങ്ങളാണ്. ആ മതവിശ്വാസികൾ ഒരു നിമിഷം അരുവിപ്പുറത്ത് വന്ന് ഈ ലോകവും ഒന്ന് കാണാമെങ്കിൽ അതോടെ അവരുടെ പ്രശ്നം തീരും. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി പറയില്ല. പാലസ്തീനും ഇസ്രായേലും രാജ്യങ്ങൾ, അവർ രണ്ടുപേരും രണ്ടറ്റത്തായിട്ട് വന്നോട്ടെ, രണ്ട് ഭാഗത്തായിട്ട് നിൽക്കട്ടെ. അവിടുത്തെ ജനങ്ങൾ അവർക്ക് ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കൊടുത്താൽ ആ നേരം പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രശ്നം അവിടെ തീരാവുന്നതേ ഉള്ളൂ. ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പ്രശ്നം അവിടെ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു പദ്യത്തെ, ഇങ്ങനെ ഒരു ശ്ലോകത്തെ രണ്ടുപേരെയും പഠിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഗുരുദേവ ഭക്തൻ തയ്യാറായാൽ, അവരുടെയൊക്കെ രാജ്യത്തുള്ള ഭാഷ പഠിപ്പിച്ചിട്ട് അവരെ പഠിപ്പിക്കാൻ തയ്യാറായാൽ, ആദ്യം ആ തയ്യാറാകുന്നവനെ കൊല വിളിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണും. അതവരെ പഠിപ്പിക്കാൻ പാടില്ല, അവർ തമ്മിലടിക്കണം എന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് നിശ്ചയമുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്, ലോകത്തിലെ ആദ്യ സർവമത കലാശാലയാണ് അരുവിപ്പുറ പ്രതിഷ്ഠ.
ജി, ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് അങ്ങിപ്പം വളരെ വിശദീകരിച്ച് പറഞ്ഞത്. അതിന് ശേഷമുള്ള ഗുരുദേവൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു? ഗുരുദേവൻ്റെ ജന്മം മുതൽ അദ്ദേഹത്തിന് വൃക്ഷങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഈ അരുവിപ്പുറത്തും അദ്ദേഹം ഒരു പ്ലാവിൻ്റെ മൂട്ടിൽ എപ്പോഴും കാണും. അതുപോലെ തന്നെ ഈ അരുവിപ്പുറത്തിന് അദ്ദേഹം ഒരു ഒളിച്ചോട്ടം നടത്തി. അതായത് അവിടുത്തെ പല ചെയ്തികൾ കാരണം അദ്ദേഹം അവിടെ നിന്നും ഇട്ടെറിഞ്ഞിട്ട് പോവുകയായിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ച് പറയാം. വേറൊന്നുമല്ല, അവിടെ ഒരാൾ ഒരു ചക്ക മോഷ്ടിച്ചു, രാത്രി പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. ഗുരുദേവൻ പറഞ്ഞു, അയാളോട് ചോദിച്ചു, ഇവിടെയൊക്കെ പാമ്പിൻ്റെ ശല്യമുള്ള സ്ഥലമാണ്, ചക്ക ആവശ്യമുള്ളപ്പോൾ പകല് അടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഈ മോഷ്ടാക്കളെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നത് ഗുരുദേവന് ഇഷ്ടമില്ലായിരുന്നു. ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആൾക്കാരിൽ ആ പ്രവൃത്തികൾ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രദേശം ഇട്ടെറിഞ്ഞിട്ട് വർക്കലയിലേക്ക് പോകുന്നത്. വർക്കലയും പോയിരുന്നത് ഒരു പ്ലാവിൻ്റെ മൂട്ടിലാണ്. അപ്പോൾ വർക്കലയെ എന്തുകൊണ്ട് അദ്ദേഹം വർക്കല തിരഞ്ഞെടുത്തു, അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ പറയാം. അരുവിപ്പുറം തിരഞ്ഞെടുത്തു, അതും പിന്നാലെ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഈ ഓരോ സ്ഥലങ്ങളിൽ ഇദ്ദേഹം എത്തിച്ചേരാൻ ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ചരിത്ര പശ്ചാത്തലമാണല്ലോ. അപ്പോൾ ഇതിനെന്തെങ്കിലും ചരിത്രം ഉണ്ടോ എന്നുകൂടെ നമുക്ക് പിന്നീട് പറയാം. ഈ പ്ലാവിന് ഒരു പ്രത്യേകതയുണ്ട്. പ്ലാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നത് ഈ അടുത്ത കാലം വരെ പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആൽവൃക്ഷത്തിലാണ്, അരയാലാണ്. പക്ഷേ അതിനേക്കാൾ ഒരിരട്ടി കൂടുതലാണ് ഈ പ്ലാവിന് പ്രകാശ സംശ്ലേഷണം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ മുൻവശം ഐശ്വര്യപൂർണ്ണമാകാൻ വേണ്ടി പ്ലാവാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദേവീ വിഗ്രഹങ്ങൾ ഈ കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് വെള്ളയാണി മുതൽ ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ ദേവിയുടെ മുഖമോ തിരുമുടി എന്നൊക്കെ പറഞ്ഞിട്ട് രൂപങ്ങൾ ഉണ്ടാക്കുന്നതും പ്ലാവിലാണ്. ആദ്യം ഉപയോഗിക്കുന്ന തടി പ്ലാവാണ്. അത് ഈ പ്ലാവ് വളരെ ചൈതന്യമുള്ളതും പ്രകാശ സംശ്ലേഷണം കൂടുതൽ നടക്കുന്നതും പ്ലാവിൻ്റെ തടി ഉള്ളത് തന്നെ ഐശ്വര്യപൂർണ്ണമാണ്. പക്ഷേ ഇന്ന് പ്ലാവിൻ്റെ തടി വീട്ടിനകത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഊർജ്ജം കിട്ടുമെന്ന് കേട്ടാൽ പറയാൻ പറ്റില്ല. കാര്യം വെച്ചിട്ട് അങ്ങ് പെയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ ഊർജ്ജം അതിനുള്ളിലായിപ്പോയി. അതിലേക്ക് ഈ പെയിൻറ്റിനെ കഴിഞ്ഞ് വരാനുള്ള അത്രത്തോളം ഊർജ്ജം അതിനില്ല. എന്നുവെച്ചാൽ നമ്മളതിനെ മുറിച്ച് കൊന്നിട്ടാണല്ലോ വീട്ടിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഇല്ല എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ പ്ലാവിൻ്റെ മൂട്ടിൽ കുറച്ച് പേര് കൂടിയിരിക്കുന്ന സമയമാണ് ഒരാശയം കുമാരനാശാൻ, അതായത് ചിന്നസ്വാമി, അദ്ദേഹത്തിൻ്റെ ആദ്യകാല പേര് ചിന്നസ്വാമി എന്നാണ്. എല്ലാവരും വിളിക്കുന്ന, അരുവിപ്പുറത്ത് എല്ലാവരും വിളിക്കുന്നത് ചിന്നസ്വാമി എന്നാണ്. ഈ ചിന്നസ്വാമി നമുക്കിതിനെ ഇദ്ദേഹത്തിൻ്റെ ഗുരുദേവൻ്റെ ധർമ്മങ്ങളെ പ്രചരിപ്പിക്കണം. ഇന്ന് വരെ ആരും പറയാത്ത കാര്യങ്ങളാണ് ഗുരുദേവൻ പറയുന്നത്. അത് പ്രതിഷ്ഠയോടുകൂടി ആളുകൾക്ക് മനസ്സിലായി. ബ്രാഹ്മണ മേധാവിത്വം എതിർക്കാൻ വന്നപ്പോൾ അവരോട് പറഞ്ഞ മറുപടിയിലൂടെ അവിടെ കൂടി നിന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനൊരു പ്രചാരം വേണം. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വാവൂട്ട് യോഗം. ആ വാവൂട്ട് യോഗത്തിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശ്രീനാരായണ ധർമ്മപരിപാലനം എന്ന് മാറ്റുകയാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന് പേര് കൊടുത്തു. ഇതാണ് പിന്നീട് ചുരുക്കി SNDP എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു സംഘടന എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഡോക്ടർ പൽപ്പു കേരളത്തിൽ ആദ്യമായിട്ട് MBBS ബിരുദം, അതായത് വൈദ്യ ചികിത്സയ്ക്കുള്ള ബിരുദം നേടുന്ന ഒരു വ്യക്തിയാണ്. താഴ്ന്ന സമുദായത്തിൽ നിന്ന് നേടുന്ന വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ആ പൽപ്പു ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അന്ന് ചില
സമുദായക്കാരുടെ അല്ലെങ്കിൽ ഈഴവ സമുദായം ഉൾപ്പെടെ 4-5 ഈഴവ സമുദായത്തിന് 4-5 കുലത്തൊഴിലുകളുണ്ട്. നെയ്ത്ത്, തെങ്ങ്, ചെത്ത് അതൊക്കെയുണ്ട്. പൽപ്പിനോട് പറഞ്ഞത്, രാജകിങ്കരന്മാർ പറഞ്ഞത്, ഇയാളൊരു കാര്യം ചെയ്തോ, 4 തെങ്ങ് കരം ഒഴിവാക്കി ചെത്തിക്കോ. MBBS പാസ്സായതുകൊണ്ട് കരം തരണ്ട, ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല, തെങ്ങ് ചെത്തിക്കോളാം, കുലത്തൊഴിൽ ചെയ്യാനാണ് പറഞ്ഞത്. ഇതറിഞ്ഞ മൈസൂർ രാജാവ് ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ച് ജോലി കൊടുക്കുകയും പിന്നീട് ഉപരിപഠനത്തിനായിട്ട് മൈസൂർ സർക്കാർ തന്നെ പൈസ ചിലവാക്കി ഇദ്ദേഹത്തെ വിദേശ രാജ്യത്തേക്ക് അയക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടുത്തെ അവർണരോടൊപ്പമായിരുന്നു. ഒരു സമുദായത്തിനോടല്ല, ഇവിടുത്തെ അവർണ സമുദായത്തിനോടൊപ്പമായിരുന്നു. ഇത്രയും വലിയ ഉയർന്ന ഡിഗ്രി എടുത്ത് വന്ന എന്നോട് മൃഗാലയത്തിലെ ഭരണാധികാരികൾ ഇങ്ങനെയാണ് പറഞ്ഞുവെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ അവസ്ഥ എന്താ? ഇവരെ ഒന്ന് ഉയർത്തി തന്നെ കൊണ്ടുവരണം. അതിന് കെൽപ്പുള്ള ഒരു സന്യാസി വര്യനെയും കാണണം. അരീപ്പുറം പ്രതിഷ്ഠയോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ കേരളം ഒട്ടാകെ അറിയുന്ന ഒരു മഹത് വ്യക്തിയായിത്തീർന്നു. ഡോക്ടർ പൾപ്പു കുടുംബസമേതം ഗുരുദേവൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാഷ്ടാംഗം പ്രണമിച്ചു. മകൻ നടരാജൻ MA LT എന്ന് വെച്ചാൽ ലാംഗ്വേജ് ട്രെയിനിങ്, ഇന്നത്തെ B.Ed പാസ്സായതാണ്. മകൻ മാത്രം, നടരാജൻ മാത്രം തൊഴുതില്ല. ഗുരുദേവൻ ഇങ്ങനെ നോക്കി. മകൻ ആരുടെ മുന്നിലും തല കുനിക്കില്ല അല്ലേ? പൽപ്പു ഉത്തരവൊന്നും പറഞ്ഞില്ല. മകൻ വണങ്ങാത്തതിൽ പൽപ്പുവിന് പ്രയാസമുണ്ട്. പക്ഷെ പിന്നീട് നടരാജ ഗുരുവാവുകയാണ്. ഗുരുവിൻ്റെ ഏറ്റവും വലിയ അരിമ ശിഷ്യനാവുകയാണ്. മാത്രമല്ല, ഗുരുവിൻ്റെ ബ്രഹ്മവിദ്യാലയമെന്ന് സ്വപ്നം, വർക്കല ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയമെന്ന് സ്ഥാപിക്കണമെന്ന സ്വപ്നം നടരാജ ഗുരുവാണ് അത് പിന്നീട് യാഥാർത്ഥ്യമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം യാഥാർത്ഥ്യമാക്കി കൊടുക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഗുരുവിൻ്റെ വന്നിച്ചില്ല. ഇനി ഗുരുവിന് ഈ കാലഘട്ടത്തിൽ യഥേഷ്ടം സ്വത്തുക്കൾ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങി. ഒരിടത്തു നിന്നല്ല, ഗുരു എവിടെ ചെന്നാലും ആൾക്കാർ സ്വത്തുക്കൾ ഇങ്ങനെ കാഴ്ചവെക്കുകയാണ്. ധനം, സ്വത്ത്. അന്ന് ധനമെന്ന് പറയാൻ അതിനെ പാത കാണിക്കുക എന്നാണ് പറയുന്നത്. ഗുരുവിന് ആധാരമാക്കി കൊടുക്കുകയാണ്. പലപ്പോഴും ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരോട്, ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നമുക്ക് രജിസ്റ്ററാക്കി തന്നാൽ വളരെ സന്തോഷമായി തീരും. ഇങ്ങനെ വസ്തുക്കൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കാര്യം. ഒരു അദ്വൈതിക്ക് ഇതിൻ്റെ ആവശ്യം എന്താ? അദ്ദേഹത്തിന് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അത് അവിടെ നമ്മൾ കുറച്ച് പണം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങ് വീതിച്ച് കൊടുക്കുക. നാളത്തേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. അവിടെ പാത കാണിക്ക കിട്ടുകയാണെങ്കിൽ അത് അവിടെ നിൽക്കുന്നവർക്ക് അർഹത, നിൽക്കുന്ന എല്ലാവർക്കും കൊടുക്കില്ല, അർഹത ഉള്ളവർക്ക് മാത്രം കൊടുക്കും, പാവപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും. എന്നാൽ ചില അത്യപൂർവ നിമിഷങ്ങളിൽ അദ്ദേഹം പണം സ്വരൂപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലുവായിൽ അദ്വൈതാശ്രമം നിർമ്മിക്കാൻ വേണ്ടി അദ്ദേഹം പണം വളരെ കഷ്ടപ്പെട്ടാണ് സ്വരൂപിച്ചത്. അതങ്ങനത്തെ സാഹചര്യം. അല്ലാത്തപ്പോൾ അദ്ദേഹം കിട്ടുന്നതെല്ലാം അവർക്ക് തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ട് സ്വത്തുക്കളോട് അദ്ദേഹത്തിന് ഏതൊരു മോഹവും ഇല്ലാതിരുന്നു. ഈ കാലഘട്ടത്തിലാണ് അപ്പോൾ SNDP ഒക്കെ രൂപീകരിച്ചു. അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷൻ എന്ന് പറയുന്നത്, പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആദ്യകാല ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ചിന്നസ്വാമി അഥവാ N കുമാരനാശനാണ്. വൈസ് പ്രസിഡൻറ്റ്, ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ പൾപ്പു. അപ്പോൾ ഇനി ഒരു സംഘടനാ സെക്രട്ടറി വേണം. സംഘടനാ സെക്രട്ടറി ആയിരുന്നു TK മാധവൻ. സംഘടനാ സെക്രട്ടറി TK മാധവൻ. ജനറൽ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ ചിന്നസ്വാമി എന്ന N കുമാരനാശാൻ. സംഘടനാ സെക്രട്ടറി ഉണ്ടെങ്കിലല്ലേ സംഘടന വളരും. അപ്പോൾ സംഘടനാ സെക്രട്ടറി ഇദ്ദേഹം TK മാധവൻ 40-ാമത്തെ വയസ്സിൽ മരിക്കുകയാണ്.
ഈ കാലഘട്ടത്തിനുള്ളിൽ അദ്ദേഹം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് വേണ്ടി ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഈ സംഘടനാ സെക്രട്ടറി എന്ന നിലയ്ക്ക് വളരെയധികം ആൾക്കാരെ അദ്ദേഹം അംഗത്വത്തിലേക്ക് കൊണ്ടുവന്നതിനെ വികാസം പ്രാപിച്ചു. പക്ഷെ കുറച്ചുകൂടെ ആൾ വേണമെങ്കിൽ ഗുരുദേവൻ്റെ ഒരു ആഹ്വാനം വേണം. ഒരു ആഹ്വാനമുള്ള ഒരു എന്തെങ്കിലുമായിട്ട് പോയി കഴിഞ്ഞാലോ ആൾക്കാരെല്ലാം ഇതിലേക്ക് പെട്ടെന്ന് ചേരും. ആ കാര്യം ഒരിക്കൽ വർക്കല പോയിട്ട്, വർക്കല ആയിരുന്ന സമയത്താണ് ഈ കാര്യം, ഇത് ശിവേരിയിൽ വെച്ചല്ല, ഈ സംഭവം വർക്കല വെച്ചാണ് നടക്കുന്നത്. ടി.കെ. മാധവൻ പോയി കണ്ടിട്ട് ഇങ്ങനൊരു ആഹ്വാനം തരാമോ എന്ന് ചോദിച്ചു. നമ്മുടെ ആഹ്വാനമോ? കൊള്ളാമല്ലോ എന്ന് ഗുരുദേവൻ. അടുത്ത് ഒരു തുണ്ട് ടി.കെ. മാധവൻ തന്നെ കയ്യിലുണ്ടായിരുന്നു, അതെടുത്ത് ഗുരുദേവനെ എങ്ങനെ കാണിക്കുകയാണ്. അതിലെഴുതിയിരുന്നു, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, സംഘടിച്ച് ശക്തരാകുക. ഇന്ന് ഗുരുദേവൻ പറഞ്ഞ വാക്യമായിട്ട് ലോകമെങ്ങും ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഇങ്ങനെ ആർത്തട്ടഹസിച്ച് ഇങ്ങനെ നിന്ന് അവർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഗുരുദേവൻ എന്താ പറഞ്ഞേ? സംഘടിച്ച് ശക്തരാകാനല്ലേ? ഇത് മാത്രമേ പറയൂ. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ പറഞ്ഞ, വിദ്യ കൊണ്ട് സ്വതന്ത്രരായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പ്രസംഗം കേൾക്കാൻ പോയി നിൽക്കില്ലല്ലോ, പോട്ടെ. ഇങ്ങനെ ആർത്തട്ടഹസിക്കുന്നത് കാണാം. നമ്മുടെ ഗുരുദേവൻ ഇങ്ങനൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. ഇത് ടി.കെ. മാധവൻ എഴുതിയത് കാണിച്ചു. അപ്പോഴും ഗുരുദേവൻ പറഞ്ഞു, കൊള്ളാമല്ലോ. ഈ ആഹ്വാനവുമായിട്ടാണ്, ടി.കെ. മാധവൻ എഴുതിയ ആഹ്വാനവുമായിട്ടാണ് പിന്നീട് ഇദ്ദേഹം പോകുന്നത്. പക്ഷേ ഇത് ഗുരുവിൻ്റേതായി ഇത് പിന്നീട് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. ഇക്കാര്യത്തിൽ വ്യക്തത വേണമെങ്കിൽ മുനി നാരായണ പ്രസാദിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് പറയുന്നു. ഇനി ഇവിടെ നമ്മുടെ അരീപ്പുറത്തുള്ള ഒരു ചെറിയൊരു സംഭവം പറയാനുണ്ട്. ഇത് ഈ അരീപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഭൈരവൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. കടയ്ക്കാവൂരുകാരനാണ് ഭൈരവൻ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം ചെറുതാണ്. അദ്ദേഹം ഇങ്ങനെ വഴി നടക്കുമ്പോൾ ഒരു പുലയ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, അങ്ങ് എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ ഭൈരവൻ അന്നത്തെ ജാതിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ, എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്. പെൺകുട്ടിയെ ഭൈരവനും ഇഷ്ടപ്പെട്ടു. വീട്ടിൽ പറയാം, വീട്ടിൽ ഒന്ന് പറഞ്ഞു. അവർ ഭൈരവനെ പെട്ടിയിലാക്കിയില്ല എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വീട്ടുകാരെ സമ്മതിച്ചില്ല. ഭൈരവന് വളരെ ബുദ്ധിമുട്ടായി. അവിടെ നിന്നും ഈ ഗുരുദേവനെക്കുറിച്ച് കുറേ കാലം കൊണ്ട് കേൾക്കുകയാണ്. ഇപ്പോൾ അരീപ്പുറത്തുണ്ടെന്ന് കേൾക്കുന്നു. അവിടെ നിന്ന് നടന്ന് അരീപ്പുറത്തെത്തി. അരീപ്പുറം ഇതിനിടയ്ക്ക് വെച്ച് വളരെ പ്രശസ്തമായി തീർന്നു. നടന്ന് അരീപ്പുറത്തെത്തി. ഒരു കാര്യം കൂടെ പറയട്ടെ, അരീപ്പുറത്ത് ഏത് ഭാഗത്തൂടെ വരണമെങ്കിലും അന്ന് നദി കിടക്കണമായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ പാലമൊക്കെ വന്നിട്ട് ഈ അടുത്ത കാലത്താണ്. മുമ്പ് കടത്തു തോണി ഉണ്ടായിരുന്നു. ശ്രീമതി ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ഒക്കെ വരുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ ഒരു നദിയുടെ കുറുകെ പാലം വരുന്നത്. വളരെ കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ. കടത്തു തോണി വഴിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ എത്തി ഗുരുദേവനെ കാണാൻ വേണ്ടി പല ദിവസം ഇങ്ങനെ കാത്തു നിന്നു. ഭയങ്കര തിരക്കാണ്. 3 ദിവസമായിട്ടും തൻ്റെ പ്രശ്നം പറയാൻ പറ്റില്ലല്ലോ. പ്രേമമാണ് പറയേണ്ടത്, പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. 3-ാമത്തെ ദിവസം വൈകുന്നേരം ഗുരുദേവൻ എവിടെയോ പോകുന്ന സമയത്ത് ഭൈരവൻ നമ്മോടൊത്ത് കൂടുന്നോ
ഒരു ചോദ്യം. ഭൈരവനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എൻ്റെ പേരറിയാം, ഇതെങ്ങനെ? ഭൈരവൻ തലയാട്ടി. പോന്നോളൂ, പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാമല്ലോ. അപ്പോൾ അത് കേട്ടപ്പോൾ വീണ്ടും ആശ്വാസം. തൻ്റെ പ്രേമ സായുജ്യം നേടാൻ പോവുകയാണ്. വീണ്ടും ആശ്വാസം. ക്ഷേത്രപൂജകൾക്ക് താല്പര്യമുണ്ടോ? ക്ഷേത്രപൂജയ്ക്ക് താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് മന്ത്രങ്ങൾ അറിയില്ല. അതെല്ലാം നാം പറഞ്ഞു തരാമല്ലോ. ഗുരുദേവൻ എപ്പോഴും ഞാനെന്ന് പറയില്ല, നാം എന്നേ പറയും. അത് തന്നെ ഒരു അദ്വൈതിയുടെ പ്രത്യേകതയാണ്. ചിലപ്പോൾ ചിലരൊക്കെ പറയും ഇത് അഹങ്കാരം കൊണ്ടാണ് നാമെന്ന് പറയുന്നത്. അല്ല, അത് രാജാക്കന്മാർ നാമെന്ന് പറയും, അവിടെ അഹങ്കാരത്തിൻ്റേതാണ്. ഒരു അദ്വൈതി, ഒരു സന്യാസി നാമെന്ന് പറയുന്നതിൽ എന്താണ് അത്? അദ്വൈതം എല്ലാം 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 എന്നിലുണ്ട് എന്നാൽ അതുകൊണ്ടാണ് ബഹുവചനത്തിൽ പറയുന്നത്. അങ്ങനെ പൂജാതി കർമ്മങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ അന്വേഷിച്ചു വന്നു. നീ വരണം, മടങ്ങി വരണം. ഭൈരവൻ പറഞ്ഞു വരാം. സ്വാമികൾ പറഞ്ഞാൽ വരാം. സ്വാമികളോട് ചോദിക്കാൻ പോയി. പൊയ്ക്കോളൂ, വീട്ടിലേക്ക് പോകണമെങ്കിൽ പൊയ്ക്കോളൂ. അപ്പോൾ വീട്ടുകാരോട് ഒന്നുകൂടെ ചോദിച്ചു ഭൈരവൻ, ഞാൻ വന്നാലേ എനിക്ക് ആ പെണ്ണിനെ കെട്ടിത്തരൂ? വീട്ടുകാരുടെ രൂപവും ഭാവവും എല്ലാം മാറി. എനിക്ക് തോന്നുന്നു വായനയിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് അതൊരു ഈഴവ കുടുംബമാണ്. ഭൈരവൻ്റെ കുടുംബം ഈഴവ കുടുംബമാണെന്ന് മനസ്സിലാകുന്നു. വീട്ടുകാരുടെ രൂപവും ഭാവവും ഒക്കെ മാറി. മാത്രമല്ല, ബന്ധുക്കൾ ഒരുമിച്ച് പറഞ്ഞു, നീ അവിടെ വന്ന് പൊലയെ കെട്ടുന്നതിനേക്കാൾ നല്ലത് നീ ഇവിടെ നിൽക്കുന്നത് തന്നെ എന്ന് ശപിക്കുന്ന മട്ടിൽ പറഞ്ഞിട്ട് അവർ മടങ്ങിപ്പോവുകയാണ്. ഭൈരവൻ്റെ പിൽക്കാല ജീവിതം അവിടെ തന്നെ വളരെ കാലം ഗുരുദേവ സേവയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടി. അവിടെ തന്നെ സമാധി അടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇങ്ങനെ പറഞ്ഞാൽ വളരെയധികം കാര്യങ്ങൾ ഗുരുദേവനെ കുറിച്ച് പറയാനുണ്ട്. ഈ സമൂഹത്തിൽ പലതരത്തിലുള്ള അനീതികളുണ്ട്, അനാചാരങ്ങളുണ്ട്. ഇതിൽ പലതും ആൾക്കാർ നിർമ്മിച്ചെടുക്കുന്നതാണ് ഈ അനീതികളും അനാചാരങ്ങളും. അതിൽ അനീതി എവിടെ നിൽക്കട്ടെ, അതിനെ നീതിയാക്കാൻ വേണ്ടി ഭരണകർത്താക്കൾക്ക് പ്രയത്നിക്കാം. ഭരണകർത്താക്കൾ വിചാരിച്ചാലേ അനീതി നീതിയാവും. അതന്നത്തെ ചിലതൊക്കെ അന്നത്തെ ഭരണകർത്താവ് തിരുവിതാംകൂർ രാജാക്കന്മാർ ചെയ്തിട്ടുണ്ട്. ചിലതിന് മുന്നിലൊക്കെ അവരും കണ്ണടച്ചിട്ടുണ്ട്. കണ്ണടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹമൊക്കെ പറയുമ്പോഴത്തേക്കും ഗുരുദേവനും വൈക്കം സത്യാഗ്രഹവും അതുപോലെ തന്നെ ടാഗോറുമായിട്ട് ഉള്ള കൂടിക്കാഴ്ചയും മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും
മഹാത്മാ അയ്യങ്കാളിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അധികം പ്രസിദ്ധിയില്ല. ഗുരുദേവൻ്റെ ജീവചരിത്രത്തിൽ മഹാത്മാ അയ്യങ്കാളി ഗുരുദേവനെ വന്ന് കണ്ട സംഭവം അധികം പ്രചാരത്തിലില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ള പല സംഭവ വികാസങ്ങൾ ഇനിയും പറയാൻ കിടക്കുകയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ അനീതിയെ നീതിയാക്കുന്നത് ഭരണകർത്താക്കളാണ്. വൈക്കം സത്യാഗ്രഹത്തിലൊന്നും അനീതി തന്നെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ചില അനാചാരങ്ങളുണ്ട് അന്ന് സമൂഹത്തിൽ. ഈ അനാചാരത്തിന് വേണ്ടി ഇവിടെയുള്ള ഈഴവ സമുദായം, ഇവിടെയുള്ള നായർ സമുദായം മത്സരിച്ചാണ് പൈസകൾ തീർത്തിരുന്നത്. ഈ അനാചാരത്തിന് വേണ്ടി അവർ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കും. അതിലൊന്നാണ് ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ തെരണ്ടു കല്യാണം നടത്തുക. തെരണ്ടു കല്യാണമെന്ന് പറയും. ഋതുമതിയാകുമ്പോൾ കുറേ ചടങ്ങുകളാണ്. അതിൻ്റെ അവസാന ദിവസം അതിഭയങ്കരമായി പൈസയൊക്കെ ചിലവാക്കി ആൾക്കാരെയൊക്കെ വിളിച്ച് സൽക്കരിച്ച് ആഹാരമൊക്കെ കൊടുത്ത്, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ ഈ ഗർഭിണിയാകുമ്പോൾ ഒരു അടിയന്തരം നടത്തും. ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ അടിയന്തരം നടത്തും. അതിനെ പുളികുടിയടി അടിയന്തരം എന്നാണ് പറയുന്നത്. അത് ഈ ആദ്യം പുളിയെന്ന് കേൾക്കുന്നത് പോലെ തന്നെ അത് എന്തൊക്കെ കലക്കി അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇവർക്ക് കൊടുക്കുകയും പിന്നെ നാട്ടുകാർക്ക് കൊടുക്കുകയും അവരെയൊക്കെ ക്ഷണിക്കുകയും അവർക്ക് ആഹാരം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. അതിന് നല്ലൊരു ചിലവുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ പുലകുടി അടിയന്തരം നടത്തും. പുല മാറാൻ വേണ്ടി അടിയന്തരം നടത്തും. 8-ാം വയസ്സിൽ മിന്നുകെട്ടെന്ന വിവാഹ നാടകം. 8 പെൺകുട്ടിക്ക് 8ഓ 9ഓ വയസ്സാകുമ്പോൾ ആ വീട്ടിലുള്ള അതേ പ്രായത്തിലുള്ള പെൺകുട്ടികളെല്ലാം വിളിച്ചിട്ട് അവർക്ക് ഈ മുറയ്ക്ക് വരുന്ന മാമൻ്റെ മക്കളെ ആൺപിള്ളേരെയും കൂടെ വിളിച്ചിട്ട് താലികെട്ട് കല്യാണം. ഈ പെൺകുട്ടി എന്നാണോ വലുതാകുമ്പോൾ ഈ ആൺകുട്ടി പറയുകയാണ് എനിക്ക് അവളെ വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ അവളെ വേറെ വിവാഹം കഴിച്ചു കൊടുക്കാൻ പറ്റൂ. വേണമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി അയാളെ തന്നെ വിവാഹം കഴിക്കണം. എന്തൊരു കഷ്ടം! പെൺകുട്ടിക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. പുരുഷന് വേണ്ടെന്ന് പറയാം, പെണ്ണിന് വേണ്ടെന്ന് പറഞ്ഞുകൂടാ. പുരുഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ വിവാഹം, പെണ്ണ് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല. അവന് വേണമെങ്കിൽ കെട്ടിയേ പറ്റൂ. ഇങ്ങനെ ഭയങ്കര അടിയന്തരങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇതിനെതിരെ എല്ലാം ഗുരുദേവൻ നല്ല പ്രചാരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ ഈ മിന്നുകെട്ട് കല്യാണം എന്ന ചടങ്ങ് നമ്മുടെ ബാലരാമപുരം ഇങ്ങനെ പോകുമ്പോൾ കാഞ്ഞിരംകുളം തിരിഞ്ഞ് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കരിങ്കുളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെത്താം. അവിടെ ഒരു കരിങ്കുളം ദേവീ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ 2 തിരുമുടികളാണുള്ളത്. അവിടെ ഒരു ഈഴവ ഭവനത്തിൽ ഈ മിന്നുകെട്ട് കല്യാണ നാടകം നടക്കുകയായിരുന്നു. ഇതറിഞ്ഞ ഗുരുദേവൻ അവിടെ എത്തി, കരിങ്കുളത്തെത്തി. ഒന്നല്ല, വളരെയധികം കുട്ടികൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ആ ബന്ധുവീട്ടിലെല്ലാം. ഗുരുദേവനെ കണ്ടപ്പോൾ തന്നെ ആളുകൾ കിടുകിട വരയ്ക്കാൻ തുടങ്ങി. ഗുരുദേവൻ വളരെ ശാന്തനായിട്ട് അവിടെ ചെന്നു. അപ്പോൾ ആ വീട്ടിലെ പ്രധാനി, ഈ മിന്നുകെട്ട് കല്യാണം നടത്തുന്ന ആ പെൺകുട്ടിയുടെ അച്ഛൻ, നാട്ടിലെ പ്രമാണിയാണ്, ഗുരുദേവൻ്റെ വലിയ ഭക്തനുമാണ്. ഭക്തനെ അങ്ങ് വിളിച്ചു. ഇതൊക്കെ വേണ്ടാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ? അതങ്ങ് ക്ഷമിക്കണം, ഇനി ഞാൻ നടത്തില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ഇത് നടത്തും, ഇനി നടത്തില്ല. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഇനി ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതെങ്ങനെ? നടത്തരുത് എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ നടത്തില്ല. ഈ ഗുരുദേവനൊരു ആജ്ഞാശക്തി. ദേഷ്യപ്പെട്ടൊന്നും പറയില്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ദേഷ്യമുണ്ടോ ആയോ എന്ന് എനിക്കറിയാം. ദേഷ്യപ്പെട്ടൊന്നും പറയില്ല. ഈ ആജ്ഞാശക്തി ആ ശരീരത്തിലേക്ക് പോയതാണെന്ന് തോന്നുന്നു. ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുന്നു, മുന്നോട്ട് പോകുന്നില്ല. ഇപ്പോൾ സാധാരണ ഇതേപോലെയൊക്കെ എല്ലാം വിളിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ വീട്ടിലെ സ്ത്രീകൾ, പുരുഷന്മാർ വേണ്ടെന്ന് വെച്ചാലും വീട്ടിലെ സ്ത്രീകൾ വേണ്ടെന്ന് വയ്ക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ
ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇഷ്ടമില്ലായിരുന്നു. തൻ്റെ മകളോട് ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമായി. പെണ്ണിനല്ലേ പെണ്ണിൻ്റെ മനസ്സറിയൂ. അപ്പോൾ അവർ ഓടിക്കൊണ്ട് വന്നു, ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിലേക്ക് വീഴുകയാണ്. അവിടെ നിന്നവരെല്ലാം അതിശയപ്പെട്ടു പോയി. ഇത്രയും സമയം പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പ്രയത്നിച്ച ആ സ്ത്രീ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് അവർ കരഞ്ഞുപോയി. കാര്യം തൻ്റെ മകളെ ഒരു ദുർഘടത്തിൽ നിന്നാണ് ഗുരുദേവൻ രക്ഷിച്ചിരിക്കുന്നത്. അതോടുകൂടി നാട്ടിലെ മിന്നുകെട്ട് കല്യാണങ്ങളും ഇതുപോലുള്ള സംഭവങ്ങളും ഏറെക്കുറെ മാറി സമൂഹം നല്ല രീതിയിലേക്ക് വരാൻ തുടങ്ങി.